നമ്മുടെ കേരളത്തിൽ ലോഡ് ഷെഡിംഗ് അഥവാ പവർ കട്ടൊക്കെ നടത്തിയാൽ അല്ലെങ്കിൽ അതൊക്കെ നടത്തുമെന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളികൾ ഒരക്ഷരം മിണ്ടാതെ വായും പൂട്ടി മിണ്ടാതിരിക്കും. കാരണമെല്ലാം സർക്കാർ പറയുന്നത് പോലെയാണ്. എന്നാൽ കർണാടകയിൽ സ്ഥിതി അതല്ല. അവിടെ അതായത് കർണാടകയിലെ കൽബുർഗിയിൽ കൃഷിയിടത്തിൽ കറണ്ട് ഓഫാക്കിയതോടെ പുലർച്ചെ കൃഷിയിടം നനയ്ക്കാനെത്തിയ കർഷകന് നേരെ ആക്രമിക്കാനെത്തിയത് ഭീമാകാരനായ ഒരു മുതലയായിരുന്നു. തന്നെ ആക്രമിക്കാനെത്തിയ മുതലെ ജീവനോടെ പിടികൂടി ഇലക്ട്രിസിറ്റി ഓഫീസിലെത്തിച്ച് കർഷകൻ ഒരു വേറിട്ട പ്രതിഷേധം നടത്തിയ സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അദ്ദേഹം പറയുന്നത് വെട്ടവും വെളിച്ചവും ഇല്ലാത്തത് കൊണ്ടാണ് തങ്ങളുടെ കൃഷിയിടത്തിലേക്ക് ഇത്തരം ജീവികൾ കയറി വരുന്നുവെന്നും ഇവ തങ്ങളെ ആക്രമിക്കാൻ എത്തിയതെന്നും അദ്ദേഹം പറയുന്നു. അതിന് കാരണം ഇലക്ട്രിസിറ്റി ഓഫീസ് എന്നുമാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റി ഓഫീസ് കറണ്ട് കട്ട് ചെയ്തത് കൊണ്ടാണ് ഇവയൊക്കെ തങ്ങളുടെ കൃഷിയിടത്തിലേക്ക് എത്തുന്നത്. തുടർന്ന് കൃഷിയിടത്തിലെത്തിയ ഭീമാകാരനെ മുതലേ ജീവനോടെ പിടികൂടി ഇലക്ട്രിസിറ്റി ഓഫീസിൽ എത്തിച്ചുകൊണ്ട് കർഷകൻ ഒരു വേറിട്ട പ്രതിഷേധവും നടത്തി. കർണാടകയിലെ കൽബുർഗിയിലാണ് സംഭവം. അഫ്സൽപൂർ താലൂക്കിലെ ഗഭൂരയിലെ ജസ്കോം ഓഫീസിന് സമീപത്താണ് ലക്ഷ്മൺ പൂജാരി എന്ന കർഷകനെ മുതല ആക്രമിച്ചത്. ഈ വിഷയത്തിൽ വൈദ്യുതി വിതരണവുമായി ബന്ധമുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ മുതലയെ പിടിച്ചുകെട്ടി ഇലക്ട്രിസിറ്റി ഓഫീസിൽ എത്തിച്ച പ്രതിഷേധം നടത്തിയതെന്നാണ് വിവരങ്ങൾ. കൽബുർഗി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വൈദ്യുതി വിതരണം നടത്തുന്നത് ജസ്കോമാണ്. അതായത് ഗൽബർഗ ഇലക്ട്രിസിറ്റി സപ്ലൈ കമ്പനി ലിമിറ്റഡ് എന്ന കമ്പനിയാണ് അവിടെ വൈദ്യുതി വിതരണം നടത്തുന്നത്. അതിനാൽ തന്നെ അഫ്സൽപൂർ താലൂക്കിലെ ഗോപുര ഗ്രാമം ഉൾപ്പെടെയുള്ള ഭീമ നദീ തടാകത്തിലെ കർഷകർക്ക് കൃഷിയിടം നനയ്ക്കാൻ പുലർച്ചെ 4 മണിയോടെയാണ് ജസ്കോമിൽ നിന്ന് 3 ഫേസ് കറണ്ട് നൽകുന്നത്. ഇത് 6 മണിവരെ മാത്രമാണ് തുടരുന്നത്. രാത്രിയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ കർഷകർ മുതലകളുടെയും പാമ്പുകളുടെയും ഒക്കെ ആക്രമണത്തിന് ഇരയാകുന്നതും സാധാരണമാണ്. മോട്ടോറുകൾ സ്റ്റാർട്ട് ചെയ്യാനായി കർഷകർ നദീതീരത്ത് പോകുമ്പോഴാണ് മുതലകൾ ഇവരെ നിരവധി തവണ ആക്രമിച്ച സംഭവങ്ങൾ നടക്കുന്നത്. ഇതിനിടെയാണ് ലക്ഷ്മൺ പൂജാരി കൃഷിയിടം നനയ്ക്കാൻ പോയപ്പോൾ ഒരു മുതല തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചത്. ഇതിൽ രോക്ഷാകുലനായ ലക്ഷ്മൺ ചുറ്റുമുള്ള കർഷകരെ ഇക്കാര്യം അറിയിച്ചു. സ്ഥലത്തെത്തിയ കർഷകർ ചേർന്ന് മുതലയെ ജീവനോടെ പിടികൂടുകയായിരുന്നു. തുടർന്ന് തങ്ങളുടെ ദുരവസ്ഥ വ്യക്തമാക്കാനായിട്ടാണ് അദ്ദേഹം മുതലയെ കയറുകൊണ്ട് കെട്ടി ഒരു കാളവണ്ടിയിൽ ജസ്കോം ഓഫീസിലേക്ക് കൊണ്ടുപോയത്. തുടർന്ന് ഇവിടെ ഒരു വലിയൊരു പ്രതിഷേധ പ്രകടനവും നടത്തി. അതായത് മുതലകൾ ഇടയ്ക്കിടെ ആക്രമിക്കുന്നത് കൊണ്ട് തന്നെ രാവിലെ 4 മണിക്ക് പകരം 6 മണിക്ക് 3 ഫേസ് കറണ്ട് സൗകര്യങ്ങൾ ഒരുക്കണം എന്നാണ് ഈ കർഷകൻ ജസ്കോമിനോട് ആവശ്യപ്പെട്ടത്. സ്ഥലത്തെത്തിയ പോലീസുകാർ മുതലയെ വനം വകുപ്പിന് കൈമാറാൻ കർഷകരെ പ്രേരിപ്പിച്ചു. ഏകദേശം 10 വയസ്സ് പ്രായം തോന്നിക്കുന്ന മുതലയെ പിന്നീട് കൽബുർഗിയിലെ മിനി മൃഗശാലയിലേക്ക് മാറ്റുകയായിരുന്നു. മുതൽ ആരോഗ്യവാനാണെന്നും ഒരു ദോഷവും സംഭവിച്ചിട്ടില്ല എന്നുമാണ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ സഞ്ജീവ് കുമാർ വ്യക്തമാക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, കർണാടകയിലെ കർഷകരെ സംബന്ധിച്ച് അവർ നിസ്സാരക്കാരല്ല. അവരുടെ ഉപജീവന മാർഗമാണ് കൃഷി. ഈ കൃഷിയെ നശിപ്പിക്കാൻ ഇറങ്ങിയ കുരങ്ങന്മാരെ പോലും ഓടിക്കാൻ കർഷകൻ പട്ടിയെ കടുവയാക്കിയ വാർത്തകളടക്കം അടുത്തിടെ പുറത്തു വന്നിരുന്നു. കൃഷി നശിപ്പിക്കാൻ എത്തുന്ന കുരങ്ങന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയ കർണാടകയിലെ കർഷകരായിരുന്നു കുരങ്ങന്മാരെ ഓടിക്കാൻ പട്ടിയെ കടുവയാക്കിയത്. പ്രകൃതിക്ഷോഭം വഴിയുണ്ടാകുന്ന വിളനാശത്തിന് പുറമെയായിരുന്നു വാനരക്കൂട്ടം നടത്തുന്ന ആക്രമണവും. കുരങ്ങന്മാരെ തുരത്താൻ കർഷകർ കണ്ടെത്തിയ സൂത്രപ്പണിയാണ് സോഷ്യൽ മീഡിയയിൽ പിന്നീട് വൈറലായത്. അതായത് കൃഷി നശിപ്പിക്കാൻ എത്തുന്ന കുരങ്ങന്മാരെ തുരത്താനായി കർഷകർ കണ്ടെത്തിയ പണിയാകട്ടെ തൻ്റെ വളർത്തുനായെ പെയിന്റ് അടിച്ച് കടുവയാക്കുകയായിരുന്നു. കർണാടകയിലെ ശിവമോഗയിലാണ് ഇങ്ങനൊരു സംഭവം നടന്നത്. തീർത്ഥഹള്ളി താലൂക്ക് നുള്ളൂർ ഗ്രാമത്തിലെ കർഷകനായ ശ്രീകാന്ത് ഗൗഡയാണ് നായ്ക്ക് കടുവയുടെ നിറം നൽകിയത്. അതിന് കാരണമുണ്ട്. കർണാടകയിലെ ചില ഗ്രാമങ്ങളിൽ കൃഷിയിടങ്ങളിൽ ശല്യക്കാരെ തുരത്താനായി കടുവയുടെ പാവ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു പാവയെ കൃഷിയിടത്തിൽ അദ്ദേഹം സ്ഥാപിച്ചു. അപ്പോൾ കുരങ്ങന്മാരുടെ ശല്യം കുറഞ്ഞു. കൃഷിയിടത്തിൽ പലയിടങ്ങളിലെ കടുവയുടെ രൂപത്തിലുള്ള പാവ മാറി മാറി സ്ഥാപിച്ചു. ആ പ്രദേശത്തേക്ക് പിന്നീട് കുരങ്ങന്മാർ എത്തിയിട്ടേയില്ല. എന്നാൽ ഇത് എപ്പോഴും പ്രാവർത്തികമാകില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് കർഷകൻ തന്റെ വളർത്തുനായ്ക്ക് കടുവയുടെ നിറം കൊടുത്തത്. ഹെയർ ഡേ ആണ് നിറത്തിനായി ഉപയോഗിച്ചത്. 1 മാസം വരെ ഈ നിറം നിലനിൽക്കുമെന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടിയത്. ദിവസവും കർഷകനൊപ്പം കടുവയുടെ രൂപത്തിൽ കൃഷിയിടത്തിലൂടെ സഞ്ചരിക്കുന്ന നായയെ കണ്ട് എന്തായാലും കുരങ്ങന്മാർ ഓടിക്കളഞ്ഞു എന്നതാണ് പിന്നീട് കിട്ടിയ വിവരങ്ങൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.